എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ഇതാ സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഞാൻ രാവിലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇഡ്ഡലി സാമ്പാർ, വറുത്തരച്ച സാമ്പാർ ആൻഡ് നല്ലൊരു കോഫി കുടിക്കാൻ തോന്നണോ? അപ്പോൾ വിത്തുകുട്ടി ഇന്നിപ്പോൾ കുറച്ച് എന്താ പറയുക, ഒരു ലോങ് വീക്കെൻഡ് കിട്ടിയൊരു സമയമാണ്. അപ്പം വിത്തുകുട്ടി ട്യൂഷന് പോയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഇതാ വന്ന്. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു പരിപാടിയും പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉച്ചയാകുമ്പോഴേക്കും. അപ്പോൾ പിന്നെ വിചാരിച്ചു അതിന് മുന്നേ തന്നെ ട്യൂഷനൊക്കെ പോയി വരാം എന്നുള്ളത്. ഇപ്പോൾ 10th ഞാൻ പറഞ്ഞില്ലേ, ക്ലാസ് തുടങ്ങി. ഇനിയിപ്പോൾ ഒരു മാസം ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങളുടെ തന്നെ 10th ഇപ്പോൾ വലിയ സംഭവം എന്നല്ല എന്നൊക്കെ പറയിച്ചാലും ഒരു ചെറിയൊരു നമുക്കിങ്ങനെ ഒരു ചെറിയ ഭയം ഉണ്ടാവുമല്ലോ അല്ലേ? യെസ്, പഠിക്കണമല്ലോ. അപ്പം അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെയാണ്. നല്ല ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മൺഡേ ടു ഫ്രൈഡേ നമ്മൾ പിന്നെയും ഓട്സിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അല്ലേ? നാട്ടിന്നേ കുറച്ച് നല്ല അടിച്ചു കയറ്റി. അതെ, എന്ന് വെച്ചിപ്പോ ഇവിടെ നിന്ന് നമ്മള് ഭക്ഷണം കഴിക്കാതിരിക്കുന്നില്ല, നമ്മൾ ഇവിടുന്ന് കഴിക്കും. പക്ഷെ നാട്ടിൽ നിന്ന് കുറച്ചധികം ജങ്ക് പോലെ കഴിച്ചോന്നൊരു സംശയം. അപ്പൊ പറ്റാവുന്ന ദിവസം വീക്കെൻഡ്സ് ഒന്നും നമുക്ക് ഇഷ്ടമുള്ള പോലെ. അപ്പൊ സാറ്റർഡേ സൺഡേ ഒക്കെ നമ്മുടെ നല്ല ഇഡ്ഡലിയും പറഞ്ഞില്ല, ആഴ്ചയിൽ 2 ദിവസം ഇഡ്ഡലിയൊന്നും കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ മൺഡേ ടു ഫ്രൈഡേ ഇപ്പൊ നല്ല മാങ്ങ സീസൺ ആണ് ഇവിടെ അല്ലേ? അപ്പൊ ഞങ്ങൾ മാംഗോ ഓട്സ്, അതായത് മാംഗോ ചിയാ സീഡ് പുഡിങ് പോലെ ഓട്സും കൂടെ ആക്കിയിട്ട് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. കാരണം നല്ല ടേസ്റ്റാണ് മാംഗോ കൂടെ ഇട്ടിട്ടുള്ളത്. പക്ഷെ എന്താ വെച്ചാൽ നാട്ടില് ഇത്രയും മാങ്ങകൾ വെറുതെ കളയല്ലേ? നാട്ടിൽ അത്ര മാങ്ങ വെറുതെ കളയണ സമയത്ത് കുറച്ച് ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഇത്ര ഒഴിക്കാം, ഫുള്ളാക്കണ്ട. അപ്പൊ അത്രയും മാങ്ങകൾ നമുക്കിങ്ങനെ വെറുതെ കിട്ടണ പോലെ തോന്നി. ഇവിടെ അൽഫോൻസ മാങ്ങയ്ക്കൊക്കെ ഭയങ്കര റേറ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു വിഷമം. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റുള്ള മാങ്ങ. ഈ ഒരു 2-3 months നമ്മൾ മാങ്ങ ഒരിക്കലും ഒഴിവാക്കാറില്ല, കാരണം പിന്നെ നമുക്ക് മാങ്ങ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഒരുപാട്. അപ്പൊ അത് ചെയ്യാന്ന് വിചാരിച്ച് മൺഡേ ടു ഫ്രൈഡേ അതാണ്. പക്ഷെ സാറ്റർഡേ സൺഡേ ആകുമ്പോഴേക്കും ഞങ്ങളുടെ എല്ലാ കൺട്രോളും പോകും. ഞങ്ങൾ ഇഡ്ഡലി സാമ്പാറും കാര്യങ്ങളൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചു. ആ, ചെറുതിൽ വേണം, അത് നിത്തുവിനുള്ളതാ. ചെറുതിൽ വളരെ കുറച്ച് മതി. ഇപ്രാവശ്യം ആക്ച്വലി ഞാന് നാട്ടിൽ നിന്ന് ചട്ടി വാങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങൾ പൂരത്തിന് പോയ സമയത്ത് നല്ല അടിപൊളി 2 മീൻ ചട്ടിയില്ല, ഒരു മീൻ ചട്ടിയും ഒരു മറ്റേ ഇതൊക്കെ കാളനും ഇതൊക്കെ ഉണ്ടാക്കാനുള്ള മാങ്ങക്കുട്ടേനൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ചട്ടിയും ഒരു മീനിന്റെ ചട്ടിയും. ഇനി നെക്സ്റ്റ് അത് ഒരു ട്രയലായിരുന്നു അല്ലെ ഇപ്രാവശ്യം. തവിട്ട് പൊടി ആവുമ്പോ ഫ്ലൈറ്റിൽ കൊണ്ടുവരുമ്പോ എന്നുള്ളത്. പക്ഷെ ഒന്നായില്ല, അടിപൊളിയായി പാക്ക് ചെയ്ത് നമ്മൾ ഇവിടെ എത്തിച്ചു. നല്ല അമ്മ മയക്കി തന്നിട്ടുണ്ടായിരുന്നു ചട്ടി. അപ്പൊ അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട, ഡയറക്റ്റ് നമുക്ക് ഇവിടെ ഫ്രജൈൽ ടാഗ് വെച്ചിട്ടും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നന്നായി പാക്ക് ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല. കുറെ തുണികളുടെ പാക്കിംഗ് ആയിരുന്നു, അല്ലാതെ ബബിൾ റാപ്പ് ഒന്നും നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സംഭവം അടിപൊളിയായി എത്തി. അത് എത്തിയെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം എനിക്ക് കുറച്ചുകൂടെ ഒരു വലിയ ചട്ടി, ഇതിപ്പോ 3 പേർക്കുള്ള ചട്ടിയാണ്, ഒരു 5-6 ആൾക്കും കൂടെ വന്നു കഴിഞ്ഞാൽ വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു മീൻ ചട്ടി ഉണ്ട്. കുറെ കാലമായ കാരണം അത് ഏകദേശം പണി കഴിയാറായി. അപ്പൊ ഒരു വലിയ 2 മീൻ ചട്ടിയും കൂടെ അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടുവരണം. നമ്മളെ നാട്ടിൽ പോയി വന്നിട്ട് ആദ്യം മാറ്റം വരുത്തിയൊരു ചെറിയ സംഭവമാണ് ഇത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചു. എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ പൂജാ റൂം നമ്മളെപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നതാണ്. എന്തെങ്കിലും ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? ഇതേ നമ്മളിതാ ആലവട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഗുരുവായൂർ അമ്പലത്തിൽ പോയ സമയത്ത്. കുറേ പ്രാവശ്യം രംഷേട്ടൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണ്. ഇവിടെ എന്തോ ഒരു കുറവുണ്ട് ഭഗവാൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് ബാക്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഭയങ്കര ഭംഗി വന്നില്ലേ? ഈ ഒരു ഏരിയയ്ക്ക് തന്നെ ഭയങ്കര ഭംഗി വന്നു. അപ്പൊ എന്തായാലും ഇത് ആലോചിക്കുള്ള, കാരണം കഴിഞ്ഞ പ്രാവശ്യം വിഷുവിന്റെ സമയത്ത് തന്നെ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുമ്പോൾ ഒന്നും ഇല്ലാത്ത പോലെ നമുക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ വിചാരിച്ചതായിരുന്നു അപ്പൊ ഇത് പെർമനന്റ് ആയിട്ട് ഇവിടെ ഫിക്സ് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. ഇത് ഓൺലൈനിലും വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ നമ്മളന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോയ സമയത്താണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൺലൈനിൽ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ടാഗ് ചെയ്യാം കേട്ടോ. അപ്പൊ നല്ല വൈബായി. വിഷു ആകുമ്പോഴേക്കും നല്ല എന്താ പറയുക, കണിയൊക്കെ വെക്കാൻ നമുക്ക് ഈ ഒരു ഭാഗം തന്നെ നമുക്ക് ഇനഫാണ്. കണി വെക്കുമ്പോൾ നല്ലൊരു കിട്ടും. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഓരോരോ പ്രാവശ്യങ്ങളായിട്ട് ഓരോ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ. കാരണം അങ്ങനെ ഓരോ പ്രാവശ്യം വിഷുവിനായിട്ട് ഞാൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ച് സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ വിഷുക്കണി ഒരുക്കാനും കാര്യങ്ങൾക്ക്. വാൽക്കണ്ണാടി വാങ്ങി. നമ്മുടെ കയ്യിൽ വാൽക്കണ്ണാടി ഉണ്ട്. അഷ്ടമംഗല്യത്തിലുള്ള കുഞ്ഞു വാൽക്കണ്ണാടിയാണുള്ളത്. പിന്നെ നമ്മളെപ്പോഴും കണ്ണാടി വെക്കാൻ മിററിൻ്റെ ആണ്. പക്ഷെ നമ്മുടെയൊക്കെ വീട്ടിലെപ്പോഴും വാൽക്കണ്ണാടി എന്ന് പറഞ്ഞിട്ട് വെക്കുക ഇതാണ് കേട്ടോ. ഇങ്ങനെ മിറർ ഇല്ലാത്ത അതിനെയാണല്ലോ വാൽക്കണ്ണാടി. അപ്പം അതിൻ്റെ ഒരു വലുത് എപ്പോഴും വേണമെന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതും വാങ്ങിച്ചു. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓരോരോ പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ എപ്പോൾ ഗുരുവായൂർ പോയാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോ കൊല്ലം ഇങ്ങനെ നമ്മുടെ ഈ പൂജ അതിലേക്ക് ഇങ്ങനെ നമ്മൾ എസെൻഷ്യൽ സാധനങ്ങൾ നമ്മളിങ്ങനെ വാങ്ങാറുണ്ട്. ഈ അടുത്ത വർഷം ഗുരുവായൂർ അല്ല ഇപ്രാവശ്യത്തെ ഗുരുവായൂർ പോക്ക് എന്തായാലും ഭയങ്കര ഞങ്ങൾ പറയായിരുന്നു.
നല്ല രസമായിരുന്നു. അങ്ങനെ ഫുൾ ഡേ 2 days കംപ്ലീറ്റ് നിന്ന പോലെ ആയിരുന്നു. സാധാരണ നമ്മൾ പോവും തൊഴും വരും അങ്ങനെയല്ലേ, അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അതിനൊരു വേറെ തന്നെ വൈബാണ്. നീ എല്ലാ പ്രാവശ്യം പോയി അങ്ങനെ നിൽക്കണം എന്നിങ്ങനെ ഞങ്ങൾ പറയുമായിരുന്നു. നല്ല രസമായിരുന്നു ഒരു ഫുൾ ഡേ. കൃഷ്ണനാട്ടം കണ്ടത് പിന്നെ പറയും വേണ്ടത് പറഞ്ഞത് ബുക്ക് ചെയ്തിട്ടുള്ളായിരുന്നു കൃഷ്ണനാട്ടം. ഇവിടുന്ന് ബോംബെന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറെ പേര് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഡൗട്ട് അത് എങ്ങനെ ബുക്ക് ചെയ്യാന്നത്. വെബ്സൈറ്റ് ത്രൂ ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്താൽ മതി. അത് 9 കഥകളായിട്ടാണ്. അപ്പൊ ഏത് ദിവസമാണ് വേണ്ടത്, നിങ്ങൾക്ക് ഏതാ വേണ്ടത്, ഓരോന്നിനും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഏതാ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ബുക്ക് ചെയ്തിട്ട് ആ ഡേറ്റിന് നമുക്ക് പോകാൻ സൗകര്യമുള്ള ഡേറ്റ് ഏതാ വെച്ചാൽ അതിനനുസരിച്ച് ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോയാൽ മതി. എന്തോ വന്നിട്ടുണ്ട് ഓർഡർ ചെയ്തത്. പിന്നെ മിത്തുക്കുട്ടി ട്യൂഷനൊക്കെ പോയി വന്ന ഉടനെ ഡ്രസ്സ് മാറ്റിയിട്ട് ഇതേ പിന്നെയും പോവുകയാണ് കേട്ടോ. ഇന്ന് മിത്തുക്കുട്ടിയുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ കഴിഞ്ഞു ആക്ച്വലി, പക്ഷേ അതിൻ്റെ ബർത്ത്ഡേ പാർട്ടി നടത്തുന്നത് ഇന്നാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. നമുക്ക് എന്തായാലും ഉച്ചയ്ക്ക് പോകാനും ഉണ്ട്. അപ്പോൾ അതും മുടക്കാൻ വയ്യ. അപ്പോൾ അതാണ് ഫ്രണ്ട് മിത്തുൻ്റെ ബർത്ത്ഡേക്ക് ഇവരൊക്കെ വന്നതായിരുന്നു, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ചെറിയൊരു സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഓടി വരാമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. മിത്തുക്കുട്ടി ഇതേ ബർത്ത്ഡേ ഫംഗ്ഷന് പോയിരിക്കുകയാണ്, എത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു ചെറിയ പരിപാടി ഉണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയായി കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ എന്തായാലും കുറച്ച് കിടിലൻ ഡ്രസ്സുകൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാ ഡ്രസ്സും ആമസോണിനാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും നല്ല ഭംഗിയുണ്ട്, ഇത് എവിടുന്നാന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ ആമസോണിന് ഫുൾ സമ്മർ കളക്ഷൻസ്. ഇപ്പം നല്ല ചൂടല്ലേ, ഇവിടെ ഇതാ ഒരു 2 ദിവസമൊക്കെ മഴ പെയ്തിട്ടൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ മഴ പെയ്തിട്ടില്ല, വേറെ എവിടേക്കോ മഴ പെയ്തിട്ടുള്ള തണുപ്പ് നമുക്കിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ്. നല്ല ഭംഗിയുള്ളൊരു സ്കൈ ബ്ലൂ, ഒരു ലൈറ്റ് ബ്ലൂ കളർ ഫുൾ സെറ്റ്. ഒരു ഫ്ലോറൽ, സമ്മർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലോറൽ പ്രിൻസിനോടായിരിക്കും കൂടുതൽ ഭംഗി. പിന്നെ കളർഫുൾ ആൻഡ് ഫ്ലോറൽ പ്രിൻസ് ആണ് നമ്മൾ സമ്മറിന് എടുക്കുക. അപ്പോൾ അതിന് പറ്റിയ ഒരു കുർത്ത, പാൻറ്റ് ആൻഡ് ദുപ്പട്ടയാണ്. നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ് കേട്ടോ. ദുപ്പട്ടയിൽ ഈ അറ്റത്ത് മാത്രമായിട്ടൊരു വർക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പാൻറ്റിൻ്റെ ഭാഗത്തും നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടുത്തത് എൻ്റെ ഫേവറേറ്റ് എന്നുണ്ടെങ്കിൽ പറയാം, ഒരു ക്ലാസി സാധനം കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള ഇതിൻ്റെ പാൻറ്റാണ് എടുത്തത് ഞാൻ. നല്ല ഭംഗിയുണ്ട്. നിങ്ങളത് എന്തായാലും കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കും. നല്ല കിഡിലനായിട്ടുള്ള ഒരു ക്ലാസി, ഒരു കോളർ നെക്കൊക്കെ ഉള്ള ഒരു പേർപ്പിൾ കളറിൽ അല്ലെങ്കിൽ ഒരു ലാവൻഡർ കളറിലുള്ള ഒരു വർക്കാണ് ഇതിൻ്റെ നെക്കിൻ്റെ മാത്രം വരുന്നത്. പിന്നെ സ്ലീവ്സിൻ്റെ അവിടെയും 3/4 സ്ലീവ്സ് ആണ്. സ്ലീവ്സിൻ്റെ അവിടെയും ചെറിയ വർക്ക് വരുന്നുണ്ട്. ഇതിന് ദുപ്പട്ടല്ല, പാൻറ്റും അതുപോലെ തന്നെ പാൻറ്റും അത് അത്യാവശ്യം നല്ല ഭംഗി. അടുത്തതാണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ, സമ്മറിന് പറ്റിയിട്ടുള്ളത്. ഞാൻ ഇതെല്ലാം ഇങ്ങനെ തന്നെ പറയണം, പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇട്ട് വെച്ചോളൂ. കാരണം സമ്മർ കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാതും. നല്ല ഭംഗിയുണ്ട് കണ്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യോർ കോട്ടൺ. എന്തൊരു സൂപ്പർ തുണി അറിയോ, ഒരു രക്ഷയില്ലാത്ത തുണിയാണ്. നല്ല ചൂടൊന്നും അറിയേയില്ല, അത്ര സുഖമുള്ള ഒരു പാറ്റേണും കൂടെയാണ്. ഇൻഡോറയുടെ ആണ് കേട്ടോ. ഇപ്പം ഇങ്ങനത്തെ സമ്മർ കളക്ഷൻസ് ഒക്കെ ഭയങ്കര ഒരു ക്ലാസി ആൻഡ് സിമ്പിളിന് നല്ല ഭംഗിയാണ് ഈ പാറ്റേണും. ഇതും പാൻറ്റും കുർത്തി ഒരു കോട്ട് സെറ്റ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അടുത്തതും അതെ, നല്ല കോട്ടൺ ആണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതും നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ല ഇഷ്ടപ്പെടുന്നതാണ്. ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് കണ്ടോ ചെറിയ ഒരു വർക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്ലീവ്സിൻ്റെ അവിടെയൊക്കെ 3/4 സ്ലീവ്സും. തുണിയാണ് ഞാൻ പറയാം, സൂപ്പർ കോട്ടൺ തുണിയാണ്. നല്ല സുഖമുണ്ട്, കംഫർട്ടാണ്, സമ്മറിന് പറ്റിയതാണ്, ഫ്ലോറൽ ഡിസൈനാണ്, എന്നാൽ നല്ലൊരു കളറുമാണ്. ഇതിൻ്റെ ദുപ്പട്ട നോക്കിയൊക്കെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട കണ്ടോ. ദുപ്പട്ട എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്ലാസി ദുപ്പട്ട. ഓഫീസ് ആൻഡ് ഇതിലൊക്കെ പോകുന്നവർക്ക്, കോളേജ് എന്ന് ഞാൻ പറയില്ല, കോളേജുകാർക്ക് കുറച്ചും കൂടെ വില കുറവുള്ള, സ്ഥിരം ഇടുന്ന അത്ര നല്ല ക്വാളിറ്റി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓഫീസിലേക്കൊക്കെ ഇപ്പോൾ ഇടുമ്പോൾ, ടീച്ചേഴ്സിനൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ക്ലാസി ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണല്ലോ വേണ്ടത്. പിന്നെ നമുക്കും അങ്ങനെ യൂസ് ചെയ്യാനൊക്കെ അത്ര ഭംഗിയാട്ടോ. ഇതും അതെ, ഇതും ഒരു കുർത്തിയും ദുപ്പട്ടയും, ദുപ്പട്ടല്ല, കുർത്തിയും പാൻറ്റും ഇതൊക്കെ കൂടെ വരുന്നതാണ്. ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്, സമ്മറിന് ഇടാൻ പറ്റിയതാണ്. ഇതിൻ്റെ വർക്കും നല്ല ഭംഗിയുണ്ട് അല്ലേ, നല്ല രസമുള്ള വർക്ക്. അതേപോലെ കളറും നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ക്ലാസി സംഭവം. ഇപ്പം എന്താ പറയുക, ഒരു 30s ഉള്ള ആളുകൾക്ക്, ഇപ്പം നമ്മുടെയൊക്കെ ഏജിലും 30s, 40s, ഈവൻ 50s ആണെങ്കിലും അടിപൊളി. നമ്മുടെ അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാം, കൊടുക്കാം. അമ്മമാർക്കൊക്കെ എപ്പോഴും കോട്ടൺ ആയിരിക്കും കുറച്ചും കൂടെ എലഗൻ്റ് ആയിട്ടുണ്ടാവുക, കാണാനും ഭംഗിയുണ്ട്. അപ്പോൾ 30s and 40s ഇടാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് കുർത്തി ആൻഡ് ക്ലാസി കുർത്തീസ് ആണ്. അപ്പോൾ ഇതാണ്, എല്ലാം ആമസോണിൽ നിന്നാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുക്കാം. എല്ലാം സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം ഓഫറും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വേഗം പോയി റെഡി ആവട്ടെ, കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം പോക്കാണ്. ഇന്ന് ലഞ്ച് നമുക്ക് കിട്ടില്ല. അങ്ങനെ മിത്തുക്കുട്ടി പാർട്ടിയിൽ നിന്ന് വന്നതും നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഇതേ വേഗം ഇറങ്ങി. ഇന്നിപ്പോൾ കാരണം ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ലേറ്റായി, നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ പോണത് കേട്ടോ.
ഇത് സൗത്ത് ബോംബെയിൽ നമ്മൾ പരേൽ എന്ന് പറയും. ഞാൻ എപ്പോഴും പറയണ പോലെ സൗത്ത് ബോംബെ എന്ന് പറയുന്നത് ഒരു ഭയങ്കര അടിപൊളി വൈബുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആരെങ്കിലും മുംബൈ കാണാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ചോദിക്കാറുണ്ട് എവിടേക്കാണ് പോകേണ്ടത്. അപ്പം നമ്മൾ മെയിൻ സ്ഥലങ്ങളൊക്കെ പോയാലും നമ്മുടെ സൗത്ത് ബോംബെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ഒരു മുംബൈയുടെ ആ ഒരു വൈബ് കംപ്ലീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സൗത്ത് ബോംബെയാണ് രസം. ഈവൻ വെസ്റ്റേണൊക്കെ ബാൻഡ്രി മന്ദിരൊക്കെ രസമാണെങ്കിലും അത് ഒരിക്കലും ഈ ഒരു വൈബ് അല്ല കേട്ടോ, അതിനൊരു വേറെ തന്നെ രസമാണ്. അങ്ങനെ നമ്മൾ ഇതേ ഫസ്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പല്ലേഡിയം മോളിലേക്ക് വന്നത് കേട്ടോ. ഇതും ഒരു മസ്റ്റ്, മുംബൈയിൽ വരുന്നവർക്കൊന്ന് ആ ഒരു അടിപൊളി ഒരു ഷോപ്പിംഗ് മോൾ എക്സ്പീരിയൻസ് കിട്ടാൻ പറ്റിയിട്ടുള്ളതാണ്. ഒരുപാട് നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ കയറിയത് ഫൂ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. പൊതുവേ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ അത്യാവശ്യം എക്സ്പേർട്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ബാക്കി കാര്യങ്ങളിലൊന്നും എനിക്ക് ആരോടും അങ്ങനെ സംസാരിക്കാനോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്യാത്ത ഞാൻ, പക്ഷേ റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ കയറി മേയും. ഇവിടെ ഓരോ ചെറിയ ഡിഷ് മുതൽ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് ഞാനാവട്ടെ. രംഷേട്ടൻ അവിടെ വോയിസേ ഉണ്ടാവില്ല. കാരണം എനിക്കത് ഞാൻ ഓർഡർ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫുഡാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ഫുഡ് കണ്ടുപിടിക്കുക ഏതൊക്കെയാണെന്നുള്ളത്. പക്ഷേ എന്നാലും ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ്സ് രംഷേട്ടനാണ് സജസ്റ്റ് ചെയ്ത് തരാറ്. കാരണം ഇവരുടെ ഓഫീസിൽ പാർട്ടിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് മുംബൈയിലെ തന്നെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ്സ് രംഷേട്ടനാണ് നന്നായിട്ട് അറിയാം. ഞാൻ അവിടെ ഇവിടെയൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും എന്നല്ലാതെ, പക്ഷേ ഞങ്ങൾ ഓരോ പ്രാവശ്യം രംഷേട്ടൻ ഓരോ പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ ആ സ്ഥലം നമ്മളെ പിന്നെ എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ കൊണ്ടുപോകും കേട്ടോ. ഇത് നല്ല റെസ്റ്റോറൻ്റാണ്, ഇവിടെ ട്രൈ അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളെ ഫൂല് കൊണ്ടുപോയത്. അപ്പോൾ ഫാൻറ്റസി ഐലൻഡ് എന്ന് പറയുന്ന ഒരു മോക്ടെയിലും മിത്തുകുട്ടിക്കൊരു ബോബ ടീയും ബോബ സംഭവം ഉണ്ടല്ലോ അത് ഓർഡർ ചെയ്തു. പിന്നെ ഇവിടുത്തെ ഡിംസം, ഈ പറഞ്ഞ പോലെ മോമോസ്, അതേപോലെ സൂഷിയൊക്കെയാണ് ഫേമസ്. അപ്പോൾ അവരെന്നെ ചോദിക്കായിരുന്നു എൻ്റെ അടുത്ത് എന്താ സൂഷി ട്രൈ ചെയ്തത്. സൂഷി ഞാൻ പല സ്ഥലങ്ങളിലൊന്നും ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്തോ എനിക്കറിയില്ല, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ചിലപ്പോൾ പിന്നെ ഇഷ്ടപ്പെടുമായിരിക്കും. നമ്മൾ അങ്ങനെയാണല്ലോ, ഇഷ്ടപ്പെടാത്ത സാധനങ്ങൾ പിന്നെ നമുക്ക് ഇടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇന്ന് ഞാൻ റിസ്ക് എടുത്തില്ല. ഇത് ചില്ലി ചിക്കനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്ര ടേസ്റ്റുള്ളൊരു ചില്ലി ചിക്കൻ ഞാൻ കഴിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ടേസ്റ്റ് വെറൈറ്റിയാണ് അവരുടെ ഓരോ ഫുഡിലും. ഈവൻ പിന്നെ അവരുടെ തന്നെ ഞാൻ ചോദിച്ചിട്ടാണ് എന്തൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അവരോട് തന്നെ ചോദിക്കും നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലെ ഏറ്റവും ടേസ്റ്റുള്ളതല്ല ഏതാണ് ട്രൈ ചെയ്യാൻ പറ്റിയതെന്നൊക്കെ അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ തന്നെ ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ മോക്ടെയിൽ തന്നെ അവർ പറഞ്ഞത് ഈ ഫാൻറ്റസി ഐലൻഡ് ട്രൈ ചെയ്യാനാണ്. അങ്ങനെ അപ്പോൾ നൂഡിൽസും ഫ്രൈഡ് റൈസും ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ വിശപ്പ് ഏകദേശം ഇതിൽ ഏതെങ്കിലും ഒന്ന് മതിയായിരുന്നു തോന്നി. ലാസ്റ്റ് കിട്ടിയത് എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കിട്ടുന്നത് കോക്കനട്ട് ക്രഞ്ചും പിന്നെ ഇത് ഇഞ്ചി മിഠായിയാണ് കേട്ടോ. ഞാൻ മിത്തുകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പണ്ട് ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഇഞ്ചി മിഠായി എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ കഴിക്കില്ലേ. മിത്തുവിന് അതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു ആ കഥയൊക്കെ കേട്ടത്. അപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു. എനിക്ക് ഇപ്പോഴത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. ഉച്ചയ്ക്ക് നട്ടപ്പുര വെയിലത്ത് നമ്മളിങ്ങനെ ബസ്സൊക്കെ കാത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഇഞ്ചി മിഠായി ബസ് സ്റ്റാൻഡിൽ കാണുമ്പോൾ ആഹാ അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെയാണ് ഇവിടെയാണ് മെഡിറ്ററേനിയൻ റെസ്റ്റോറൻറ്റിൽ ഏറ്റവും ഈ ബസ്ബൂസ കുനാഫയും പിന്നെ അങ്ങനെ മെഡിറ്ററേനിയൻ ഫുഡൊക്കെ കിട്ടുന്ന ഏറ്റവും അടിപൊളി റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ താഴെയാണെന്നുള്ളത് പിന്നെയാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. അങ്ങനെ കുറേ ഫേമസ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഞാൻ പറയാറില്ല, എനിക്ക് എന്തോ മെഡിറ്ററേനിയൻ ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ രംഷേട്ടനെ ഞാനിങ്ങനെ മറ്റേ പഞ്ചാബി ഹൗസിലെ പോലെ ഒരു ചെറിയ സൈഡ് വലിവ് എന്നാൽ പിന്നെ ഇതും കൂടെ അങ്ങോട്ട് കഴിച്ചിട്ട് പോവാതെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഐസ്ക്രീം ഗോൾഡ് എന്ന് പറയുന്ന ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാം. ഇതുവരെ പോയിട്ടില്ല. അപ്പോഴാണ് ദുബായ് വൈറൽ മറ്റേ കുനാഫ ചോക്ലേറ്റ് പോലെ അത് നമ്മൾ കുറേ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഐസ്ക്രീം എല്ലാം പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. മിത്തുകുട്ടിക്ക് പിന്നെ നോർമൽ സ്കൂപ്പ് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല എക്സ്പെൻസീവായിട്ട് ഫീൽ ചെയ്തു. എല്ലാത്തിനും ഭയങ്കര റേറ്റാണ്, പക്ഷേ വേർത്താണ്. ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. രംഷേട്ടന് പിന്നെ ഇതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. നിങ്ങൾ എന്തെങ്കിലും വാങ്ങിയത് കുറച്ച് എനിക്ക് കഴിക്കാൻ തന്നാൽ മതി എന്നുള്ള. രംഷേട്ടനായിട്ടൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഐസ്ക്രീമൊന്നും. രസമുണ്ട് കേട്ടോ. അത് എനിക്ക് ആ കുനാഫ അത് കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് തോന്നി. ഇതിൻ്റെ ചോക്ലേറ്റിലാണെങ്കിൽ കംപ്ലീറ്റ് കുനാഫ ഉണ്ടാവുമല്ലോ, ഇത് അത്ര ഇല്ല. ആ ഒരു ലെയർ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നോർമൽ ഐസ്ക്രീം തന്നെയാണ്. അങ്ങനെ ഇവിടെ കറങ്ങാൻ വേണ്ടി വന്നതല്ല. നമ്മളൊരു ആവശ്യത്തിന് വന്ന ആ ആവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം എന്തായാലും അധികം താമസിയാതെ പറയുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പറയില്ലേ ഭക്ഷണം കഴിക്കാനും. പിന്നെ ഈ ഒരു മോള് ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എന്നാൽ പിന്നെ ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് നല്ല അടിപൊളി മോള്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ ഇങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ബൊട്ടീക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ വെറുതെ ചുമ്മാ കയറിയില്ല, സമയം കളയണ്ടല്ലോ വിചാരിച്ചു. അങ്ങനെ നടന്ന് ഞാൻ കുറേ കാലമായി ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ച ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ചില കാര്യങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതിങ്ങനെ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ നടത്തിയും കൊണ്ട് വരികയാണ്. നമ്മുടെ
എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ ഇങ്ങനെ ടിക്ക് ചെയ്ത് വരികയാണ്. കുറേ ബക്കറ്റ് ലിസ്റ്റുകൾ ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പം സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇതാ 40s കിടക്കുകയാണ്. 4-5 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എങ്ങോട്ടാണ് ഈ ബക്കറ്റ് ലിസ്റ്റൊക്കെ എടുത്ത് വെക്കുന്നത്? നമ്മൾ അധ്വാനിക്കുന്നുണ്ട് എന്നുള്ള ബെനിഫിറ്റ് ഉണ്ട് അല്ലേ? അങ്ങനെയുള്ള ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഒന്നായിരുന്നു ഗൂച്ചി കേട്ടോ. ഗൂച്ചിയുടെ ഒരു കണ്ണട വാങ്ങണമെന്നായിരുന്നു. ഇതൊക്കെ കേൾക്കുന്ന പലർക്കും ഇതാണോ അപ്പോൾ എത്ര വലിയതെന്ന് തോന്നാം. പക്ഷെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ബക്കറ്റ് ലിസ്റ്റുകളല്ലേ നമ്മൾ ഇടുക അല്ലേ? അങ്ങനെ ഗൂച്ചിയുടെ കണ്ണട ഞാൻ വാങ്ങാം എന്ന് വിചാരിച്ചു. ചുമ്മാ അതിന് വിചാരിച്ച് ഇവിടെ വന്നതേ അല്ല കേട്ടോ. വെറുതെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ബക്കറ്റ് ലിസ്റ്റിലുള്ളതല്ലേ, ഏതെങ്കിലും ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുമ്പോൾ വാങ്ങിക്കാൻ കുറച്ച് വില കുറവായിരിക്കും, അവിടുന്ന് ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്തായാലും വില നല്ല കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഗൂച്ചിയുടെ ഷോപ്പിൽ വന്നപ്പോൾ അവർ പറഞ്ഞു ഡ്യൂട്ടി ഫ്രീന്ന് വാങ്ങണേക്കാളും നല്ല കളക്ഷൻസ് ഇവിടെ ആയിരിക്കും, കാരണം ഡ്യൂട്ടി ഫ്രീയിൽ ഇത്രയും ലേറ്റസ്റ്റ് മോഡൽ കളക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിതാ ഈ 2026 ഇറങ്ങിയ ലേറ്റസ്റ്റ് കളക്ഷൻ തന്നെ എന്നാൽ വാങ്ങിക്കാം. അപ്പോൾ കുറേ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ അവസാനം എനിക്കിഷ്ടമായത് ആ ഗൂച്ചിയുടെ പെർഫെക്റ്റ് കളർ കോമ്പിനേഷനും പിന്നെ ഒരു ഫുൾ ബ്ലാക്ക് വേണ്ട ഒരു ബ്രൗൺ ഷെയ്ഡ് മതി എന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചപ്പോൾ രംശേട്ടൻ പറഞ്ഞത് ഇത് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റാണെന്നുള്ള. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ വാങ്ങിക്കോളാം. അപ്പോൾ പറഞ്ഞു അല്ല, ഇത് ഞാൻ നിനക്ക് വാങ്ങിത്തരാം എന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ അത്രയും നിർബന്ധിക്കുമ്പോൾ അപ്പം ഞാൻ ഇതുപോലെ എൻ്റെ ഒരുപാട് ബക്കറ്റ് ലിസ്റ്റ് ഇതുപോലെ രംശേട്ടനാണ് കേട്ടോ. എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ രംശേട്ടൻ അത് വാങ്ങിത്തരും, നീ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. പല സാധനങ്ങളും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഞാൻ നോട്ട് ചെയ്തത് തന്നെ മുന്നേ തന്നെ സർപ്രൈസായിട്ട് വാങ്ങിക്കാറുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഇഷ്ടമാവുമല്ലോ വിചാരിച്ച് സർപ്രൈസിന് പകരം ഇങ്ങനെയും വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഗ്രേറ്റ്ഫുള്ളാണ് ഈ വക കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ എന്തായാലും ഇതൊക്കെ വാങ്ങി നമ്മളിത് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ആക്ച്വലി ഇടാൻ കുറച്ച് ലേറ്റായി, കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.